നമസ്കാരം കുമാറെ. പഹൽഗാമിൽ 27 പേരുടെ കൂട്ടക്കുരുതി നടന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 6 ദിവസം പിന്നിടുകയാണ്. ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് തന്നെ മുറിവേറ്റ ഒരു സംഭവമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതുമാത്രമല്ല, പാകിസ്ഥാനെതിരെ ഇന്ത്യ എന്ത് നടപടി കൈക്കൊള്ളുമെന്ന് ലോകം ഉദ്വേഗപൂർവം കാത്തിരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇതിനെതിരെ ചില വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം ഉയർന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു, ഈ കാശ്മീരിലെ ഭീകരവാദികൾക്ക് നേരെ, അവരുടെ വീടുകൾക്ക് നേരെ, ഇതിൽ ഉൾപ്പെട്ട ഭീകരവാദികളുടെ വീടുകൾക്ക് നേരെ സൈന്യം ആക്രമണം അഴിച്ചുവിട്ടിരുന്നു, വീടുകൾ തകർത്തു. അപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ചില കപട മതേതരവാദികളുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഉയർത്തുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഈ പാകിസ്ഥാനാണ് വിഷയമെങ്കിൽ പാകിസ്ഥാനിൽ പോയി ആക്രമിച്ചാൽ പോരെ, ഇവിടെയുള്ള കശ്മീരിൽ ഈ തദ്ദേശവാസിയരെ ഉള്ള ഒരു സംഘത്തെ എന്തിനാണ് ആക്രമിക്കുന്നത്? ഭീകരർ കുറ്റം ചെയ്തെങ്കിൽ അവരെ പിടിക്കുക, അല്ലാതെ അവരുടെ വീട്ടുകാരെന്ത് പിഴച്ചു എന്നുള്ള രീതിയിലുള്ള ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടു. ഇതൊരു വിഷയമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉത്തരമാണ് അവർക്ക് പറയാനുള്ളത്? അതായത് ഈ ഇന്ത്യയിൽ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അപകടകാരികളായ അക്രമികളെ, ഇപ്പം ജമ്മു കാശ്മീരിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഇവരുടെ വീടുകൾ ഏതെങ്കിലും തരത്തിലുള്ള അനധികൃതമാണ് എന്ന് തോന്നിയാൽ, നിയമലംഘനം ആ നിർമ്മാണത്തിലുണ്ട് എന്ന് തോന്നിയാൽ ഇതിനെ തകർക്കുക എന്നത് കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 വർഷമായി ഇന്ത്യയിൽ കാണുന്ന ഒരു കാര്യമാണ്. ഇതൊരു പരിധിവരെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രമസമാധാന പാലനത്തിന് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ക്രമസമാധാനം ഒരു സംസ്ഥാന വിഷയമാണല്ലോ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഇതിനിപ്പോൾ തുടക്കമിട്ടത് എന്ന് നമുക്കറിയാം. ഉത്തർപ്രദേശ് ഒരു വലിയ മാഫിയ സംസ്ഥാനമായിരുന്നു. പലതരത്തിലുള്ള മാഫിയ സംഘങ്ങൾ ഈ ഉത്തർപ്രദേശിൽ താവളമടിച്ചിരുന്നു. അവർ സാധാരണക്കാരുടെ സ്വത്തുവകകൾ അടിച്ചുമാറ്റിയിരുന്നു. അവർ സാധാരണക്കാരെ വേട്ടയാടിയിരുന്നു. അവരുടെ പണം ഊറ്റിയെടുത്ത് ഇവർ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുകയും ഭൂമിയും കെട്ടിടങ്ങളും എല്ലാം തട്ടിയെടുത്തുകൊണ്ട് ഇവർ അനധികൃതമായി മണിമാളികകൾ ഉയർത്തി ഇതിനകത്തിരിക്കുകയുമായിരുന്നു. ഇവർ പരമാവധി ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുകയും രാഷ്ട്രീയക്കാർക്ക് പണം നൽകി അവരെ വരുതിയിലാക്കുകയും ഇവർ സ്വയം വോട്ട് ബാങ്കായി മാറുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവർ പല പല സാമ്രാജ്യങ്ങൾ, അധോലോക സാമ്രാജ്യങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ പടുത്തുയർത്തിയത്. എന്നാൽ ആ മാഫിയ സാമ്രാജ്യങ്ങളെ മുഴുവൻ തകർത്തതിന് പിന്നിൽ ഇത്തരമൊരു നീക്കത്തിന് വലിയ പ്രസക്തിയുണ്ട്. ആരാണോ അവിടെ കുറ്റം ചെയ്യുന്നത്, വളരെ ഗുരുതരമായ കുറ്റം ചെയ്യുന്നത് ആരാണോ, പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന, കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന അടക്കമുള്ള ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ, പ്രതി അതാണ് എന്ന് ഏതാണ്ട് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഇയാളുടെ വീട് ഏതാണ്, ആ വീട് നിർമ്മിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണോ? ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ധാരാളം അനധികൃത കെട്ടിടങ്ങളുള്ള സംസ്ഥാനമാണ്. ഇവർ മറ്റു ആളുകളുടെ വീടുകൾ പിടിച്ചെടുത്ത് അവർ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും അത് അനധികൃതമായിരിക്കും. അതിന് മുകളിൽ കെട്ടിപ്പൊക്കുമ്പോൾ ഇതാണ് നിരത്തപ്പെടുന്നത്. ഇത് സുപ്രീം കോടതിയിൽ പോലും എത്തിയതാണ്. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ പോലും എത്തിയതാണ്. സുപ്രീം കോടതി പറഞ്ഞത് അങ്ങനെ പൊളിക്കരുത്, നിങ്ങളൊരു കുറ്റവാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയും വീട് പൊളിക്കരുത്, പക്ഷേ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചാൽ അത് തടയാൻ ഞങ്ങൾക്കാവില്ല, അതിനകത്ത് ഞങ്ങൾ ഇടപെടില്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറ്റില്ല. അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും, ഇപ്പോൾ യോഗി ആദിത്യനാഥ് മാത്രമല്ല, രാജസ്ഥാനിലും മധ്യപ്രദേശിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും എല്ലാം ഇത് വളരെ വിജയകരമായി തുടരുകയാണ്. കാരണം നിയമലംഘകരെ കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ, പാവപ്പെട്ട ആളുകൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കാശ്മീർ പ്രശ്നത്തെയും കാണേണ്ടത്. കാശ്മീരിൽ എപ്പോഴും നമ്മൾ മൃദു സമീപനം സ്വീകരിച്ചു കൊണ്ടേയിരുന്നു. ആ മൃദു സമീപനം അവിടുത്തെ വിഘടനവാദികൾക്ക് വളരാൻ വേദിയൊരുക്കിക്കൊണ്ടിരുന്നു. 2019 നമ്മൾ അവിടുത്തെ കശ്മീരിൻ്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടുകൂടിയാണ് ഇന്ത്യ കശ്മീരിൽ പിടിമുറുക്കുന്നത്. ആ രീതിയിൽ അവിടുത്തെ വിഘടനവാദികളെ വലിയ രീതിയിൽ പിടിമുറുക്കുകയും അവരെ നേരിടുകയും, അതായത് സുരക്ഷാ സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞ സാമൂഹ്യ വിരുദ്ധരെ നേരിട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അതിൽ നിന്ന് ഒരാളെ തന്നെ പിടിച്ച് ജീപ്പിനകത്ത് കെട്ടിവെച്ച് ആ ഒരു ജനക്കൂട്ടത്തിലേക്ക് പാഞ്ഞു കയറിയത് മുതലാണ് അത് നിന്നു തുടങ്ങിയത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ജീവിക്കാനുള്ള ജീവിത സാഹചര്യം ഒരുക്കുന്നു. അവിടുത്തെ യുവാക്കൾക്ക് ഈ ഭീകരവാദം നിർത്തലാക്കി മുഖ്യധാരയിലേക്ക് മടങ്ങി വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു.
വീടാന്തരം കയറി ഇറങ്ങിയാണ് അവിടുത്തെ ഭരണകൂടം ഡീറാഡിക്കലൈസേഷൻ നടത്തിയത്. അത് മാത്രമല്ല, ഒരു കാലത്ത് നിലച്ചുപോയ ടൂറിസം ഇപ്പോൾ കാശ്മീരിലേക്ക് മടങ്ങി വന്നത് സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അതെ, ഇന്ന് കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ സംസ്ഥാനത്തേക്ക് അതിഥികളായി വന്നെത്തിയവരാണ് അവർ എന്ത് പിഴച്ചു എന്ന് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരമില്ല. ആ രീതിയിൽ ഞാൻ വളരെയധികം അസ്വസ്ഥനാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. അല്ല കുമാർ, അവിടെ ഒരു സംശയം കൂടെ ഉള്ളത്, ഈ തദ്ദേശവാസികരായിട്ടുള്ള അവിടുത്തെ ജനങ്ങളുടെ ഒരു വയറ്റിപ്പഴപ്പ്, നമ്മൾ പറയാം പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതാണ് ഈ അവിടുത്തെ പ്രാദേശിക ടൂറിസം എന്ന് പറയുന്നത്. ഈ നമ്മൾ കൊച്ചുകാലങ്ങളിലൊക്കെ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചു തുടങ്ങുന്നത് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്, കാശ്മീരാണ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷനാണെന്നൊക്കെ പറഞ്ഞാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ പക്ഷേ ഒരു 10 കൊല്ലത്തിന് ഇപ്പുറം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. 10 അല്ല 20 കൊല്ലത്തിനിപ്പുറം. പിന്നീട് വീണ്ടും ഈ നരേന്ദ്രമോദി സർക്കാർ വരികയും ആർട്ടിക്കിൾ ഇതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് വീണ്ടും അവിടേക്ക് സമാധാനം കടന്നു വരുന്നു, ഈ പറഞ്ഞതുപോലെ ടൂറിസം പതിയെ സജീവമാകുന്നു. അപ്പോഴേക്കാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും അവിടേക്ക് വരുന്നത്. പക്ഷേ തദ്ദേശീയരായ ചിലരുടെയെങ്കിലും സപ്പോർട്ടില്ലാതെ ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് അവിടെ വളരാനൊരു മണ്ണുണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ അവർക്ക് കൂടിയുള്ള ഒരു മറുപടിയല്ലേ ഇത്തരത്തിലുള്ള ഈ പ്രാദേശികമായ ഒരു തിരിച്ചടി എന്ന് പറയുന്നത്? തീർച്ചയായും ഈ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ അല്ല. ഇപ്പോൾ ഈ ഉത്തർപ്രദേശിലൊക്കെ ബഹളമുണ്ടാക്കിയ ആളുകളെയൊക്കെ വളരെ നിഷ്കരണമാണ് സർക്കാർ നേരിട്ടത്. പക്ഷേ അതുപോലെ ആയിരുന്നില്ല കഴിഞ്ഞ 10 വർഷം കശ്മീരിൽ നേരിട്ടത്. തീർച്ചയായും അവർ ഭീകരവാദികളെ ലിസ്റ്റിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ നൽകുക, അവിടെ നിക്ഷേപം കൊണ്ടുവരിക, അവിടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക, ഭീകരവാദയിൽ നിന്നും മെല്ലെ മെല്ലെ മാറ്റി നിർത്തുക. സിനിമാ കോട്ടകൾ പോലും ഇപ്പോൾ 30 അല്ലെങ്കിൽ 3 പതിറ്റാണ്ടോളം അടഞ്ഞു കിടന്ന സിനിമാ തിയേറ്ററുകളിൽ ഇപ്പോൾ സിനിമകൾ ഓടി തുടങ്ങിയിരിക്കുന്നു. മറ്റ് മതവിഭാഗങ്ങളുടെ, ഇസ്ലാമിൻ്റെ മാത്രം ആഘോഷങ്ങൾ നടത്തപ്പെട്ടിരുന്ന കശ്മീരിൽ മറ്റ് മതവിഭാഗങ്ങളുടെ ഉത്സവാഘോഷങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ശ്രീകൃഷ്ണ ജയന്തി പോലെയുള്ളവ, ശിവരാത്രി പോലെയുള്ളവ, പഞ്ചാബ് അല്ലെങ്കിൽ സിഖുകാരുടെ പലതരത്തിലുള്ള ഉത്സവങ്ങൾ, അതെല്ലാം അവിടെ വളരെ സമാധാനപരമായി നടന്നു വരുന്നു. എന്തിനേറെ പറയുന്നു, ജനാധിപത്യത്തിൻ്റെ മഹോത്സവമായ തെരഞ്ഞെടുപ്പ് പോലും വളരെയധികം ജനപങ്കാളിത്തത്തോടുകൂടി ഒരു കല്ലേറ് പോലും റിപ്പോർട്ട് ചെയ്യാതെ കശ്മീരിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനുള്ള ഒരു മറുപടി എന്നാണ്, സമൂഹം സമാധാനത്തിലേക്ക് വന്നതിന് ശേഷമാണ് ആ സമൂഹത്തെ നശിപ്പിക്കാൻ ചിലർ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ ഈ സമൂഹത്തിൽ വരുമ്പോഴും പ്രദേശവാസികളിൽ വലിയൊരു വിഭാഗം ആളുകൾ ഭീകരതയ്ക്ക് അനുകൂലമാണ്. അവർ ഭീകരതയ്ക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. അങ്ങനെ അവർ അനുകൂലമായി ചിന്തിച്ചോട്ടെ എന്ന് സർക്കാർ വിചാരിച്ചിരിക്കാം. പക്ഷേ ഈ ചിന്ത അവരെ പിന്തുണയ്ക്കുന്നതിലേക്ക് മാറിയിരിക്കുന്നു. ഭീകരരെ അവിടെ ഇപ്പോൾ പഹൽഗാമിൽ ആക്രമണം നടത്തിയത് തീവ്രവാദികളുടെ 7 അംഗ സംഘമാണ്. ഇതിൽ 2 പേർ മാത്രമാണ് നുഴഞ്ഞു കയറി വന്ന പാകിസ്ഥാനികൾ. മറ്റെല്ലാവരും അവിടെയുള്ളവരാണ്. ഇവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് അവരാണ്. വ്യക്തമായ ലോക്കൽ സപ്പോർട്ട് അവർക്കുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കാരണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ ഇന്ത്യക്കകത്തേക്ക് വരുന്നു, സുരക്ഷിതമായി ഒളിച്ചു താമസിക്കുന്നു, അവർ ദിവസവും ഭക്ഷണം കഴിക്കുന്നു, അവർ വേണ്ട ഭീകരാക്രമണം നടത്തി അതേ ഹൈഡ് ഔട്ടുകളിലേക്ക് തന്നെ തിരികെ പോകുന്നു. ഇതൊരു വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല ഭീകരാക്രമണങ്ങളിലും 1-2 ആളുകളെ കൊന്ന ശേഷം ഇവർ ഓടി മറിയുകയാണ്. പിന്നീട് ഇവരെ കിട്ടുന്നില്ല. ഇവരാണോ ഇത് ചെയ്തതെന്ന് നമുക്കറിയുന്നില്ല. ഭീകരവാദികൾ പലരും കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ കൃത്യമായി ഈ വേട്ടയാടി ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അവരെ കണ്ടുപിടിക്കണമെങ്കിൽ വലിയ ഒരു സെർച്ചിങ് ഓപ്പറേഷൻസ് വേണ്ടി വരുന്നു. ഇപ്പോൾ തന്നെ 22-ാം തീയതി പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരവാദികളെ ഇപ്പോഴും വനമേഖലയിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ സജീവമായി തന്നെ വനമേഖലയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ 6 ദിവസം ഇവർ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത്? ഈ 6 ദിവസം ഇവരെ ഈ പോലീസിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ണിൽപ്പെടാതെ ആരാണ് ഒളിച്ചു കടത്തുന്നത്? ആരാണ് ഇവർക്ക് സംരക്ഷണം നൽകുന്നത്? ഇത് തീർച്ചയായും അവിടെ വർദ്ധിച്ചു വരുന്ന ഒരു ലോക്കൽ സപ്പോർട്ടിൻ്റെ ഭാഗമാണ്. കശ്മീരിൽ ചെയ്യാവുന്ന വികസന പ്രവർത്തനങ്ങൾ അത്രയും ചെയ്തിട്ടും നാടിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വിഘടനവാദത്തിന് കുടപിടിക്കുന്നവരെ ഇനിയും സംരക്ഷിക്കുന്നില്ല എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. ഇതുവരെ കശ്മീരിൽ ആക്രമണത്തിനിടയിൽ വീടുകൾ തകരുമെന്നല്ലാതെ ഭീകരവാദത്തിന് സഹായം ചെയ്തു എന്നതിൻ്റെ പേരിൽ കൃത്യമായ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിനകത്തുള്ളത്, ആരാണ് ഭീകരവാദികൾക്ക്, അവർക്ക് കുടപിടിച്ച അല്ലെങ്കിൽ ഭീകരവാദികളായി ഈ 7 അംഗ സംഘത്തിൽപ്പെട്ട എല്ലാവരുടെയും വീടുകൾ 7 വീടുകളാണ് ഇന്നോളം തകർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി നമുക്കറിയാം അതിനകത്ത് പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരെയും സൈന്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അവരെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു, അവരുടെ വീടുകൾ തകർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായ സന്ദേശമാണ്. ഇനി ആരെങ്കിലും ഈ നാടിനെ നശിപ്പിക്കാനായി വന്നാൽ അവർക്ക് കുടപിടിക്കാതിരിക്കുക,
അല്ലെങ്കിൽ ഈ നാടിന് വിരുദ്ധമായി ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ഇതാണ് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. ഇത് നിയമത്തിൻ്റെ ഒരു കർശനമായ നടപടിയാണ്. പലപ്പോഴും നിയമം ഒരു സോഫ്റ്റ് കോർണർ എടുക്കാറുണ്ട്. നമ്മുടെ നിയമങ്ങളെല്ലാം നമ്മുടെ നാട്ടുകാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഭീകരരെ നിയന്ത്രിക്കുന്നതിനും ആ നിയമം ഉപയോഗിക്കപ്പെടുമ്പോൾ പലരും ഈ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അതില്ലാതായിരിക്കുക, അതിൻ്റെ മറപറ്റി കുറ്റകൃത്യം ചെയ്യാമെങ്കിൽ നീതി നടപ്പാക്കാനായി അതിൻ്റെ മറപറ്റി തന്നെ മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ വ്യക്തമായ സന്ദേശമാണ് മറ്റ് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ കാണിച്ചു കൊടുത്തത്. അതിപ്പോൾ ജമ്മു കാശ്മീരിലും നടപ്പിലാകുന്നുവെന്നേ ഉള്ളൂ. കുറേ നമുക്കറിയാം, ഇപ്പോൾ ഈ വേനലവധി കാലമാണ്. ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്ക് ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ആളുകൾ സഞ്ചാരം നടത്തുന്ന ഒരു സമയമാണ്. ഇതിപ്പോൾ കാശ്മീർ ടൂറിസത്തിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു ഭീതി എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? ഇപ്പം നോർത്ത് സംസ്ഥാനങ്ങൾ തന്നെ മറ്റതുകൊണ്ടല്ലോ, ഹിമാചൽ പ്രദേശും ഉത്തർപ്രദേശും അപ്പുറത്ത് ഒക്കെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് യാത്രകൾ, ടൂറിസം പാക്കേജുകൾ വെട്ടി ചുരുക്കിയിട്ടുണ്ട് പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഒരു ആളോഹരി വരുമാനത്തിൽ റവന്യൂ അതുണ്ടാക്കുന്നതിൽ ഈ ടൂറിസം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊരു വലിയ ഇടിവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ ഇടിവ് തീർച്ചയായും കശ്മീരിനെ ബാധിക്കും. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതുവരെ ബാധിച്ചിട്ടില്ല. ഇപ്പം ഈ ഒരു തിരിച്ചടി ഏതെങ്കിലും തരത്തിലൊരു ഓൾ ഔട്ട് യുദ്ധത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സംഭവ വികാസം വരികയുള്ളൂ. പക്ഷേ തീർച്ചയായും കശ്മീരിൻ്റെ ടൂറിസത്തെ ബാധിച്ചിട്ടുണ്ട്. വാഗ അതിർത്തിയിലെ മറ്റേ സെറമോണിയൽ പരേഡൊക്കെ നിർത്തി, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നതാണ് ടൂറിസം. അതെല്ലാം നിർത്തിവെച്ചിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ തഹാവൂർ റാണയെ തിരികെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ തഹാവൂർ റാണ എപ്പോഴാണോ ഇന്ത്യയിലേക്ക് എത്തിയത് അത് മുതൽ ഇന്ത്യയിലൊരു സവിശേഷമായ സുരക്ഷാ സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഈ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നടത്താനിരുന്ന റാലി പോലും അതിനുപോലും അനുമതി കൊടുക്കാതെ വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, ഈ പറയുന്നത് പോലെ തഹാവൂർ റാണ പോലീസിൻ്റെ കൈവെട്ടിച്ച് രക്ഷപ്പെട്ടു പോകുമെന്നോ ആരെങ്കിലും തഹാവൂർ റാണയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുമെന്നോ അല്ല. പക്ഷേ ഈ തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ച് വിചാരണ ചെയ്തതിൽ പാകിസ്ഥാനും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ഭീകര സംഘടനകൾക്കും വലിയ തിരിച്ചടി. അതിൻ്റെ ഒരു മറുപടിയാണോ ഈ ഒരു? അത് തീർച്ചയായും ഇത്തരമൊരു ആക്രമണം നേരത്തെ പദ്ധതിയിട്ടതാകാം. പക്ഷേ ആക്രമണത്തിന് പെട്ടെന്നുണ്ടായ കാരണം തീർച്ചയായും ഈ തഹാവൂർ റാണയുടെ വരവുമായി ബന്ധം രാജ്യം മുഴുവൻ. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇതറിയാതെ പോയി എന്നുള്ള ഒരു വിമർശനവും ഈ ദിവസങ്ങളിൽ ഉയർന്നു കേട്ടിരുന്നു. അല്ല, ആ വിമർശനങ്ങളിൽ ഈ പറയുന്ന പോലെ ഈ കഴിഞ്ഞ മാസമാണ്, കഴിഞ്ഞ ഏതാനും 1-2 ആഴ്ച മുമ്പാണ് പഞ്ചാബിലുള്ള ഇത്തരത്തിലൊരു ആക്രമണം, മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മോഡലിൽ പഞ്ചാബിൽ ഒരു ഭീകരാക്രമണം പാക് ISI തന്നെ പദ്ധതിയിടുകയും അതിൻ്റെ നടപ്പാക്കൽ ഈ പറയുന്നത് പോലെ ലഷ്കർ ഇ തൊയ്ബയ്ക്കായിരുന്നില്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ചില ജിഹാദി സംഘടനകളല്ല, ഖലിസ്ഥാൻ സംഘടനകൾക്കായിരുന്നു. ആ സംഘടനകളിൽ നിന്ന് വിവരം ചോരുകയും അത് ഇൻ്റലിജൻസ് കൃത്യമായി പിടിച്ചത് 23 ഭീകര സംഘങ്ങളെയാണ്, ഈ യൂണിറ്റുകളെയാണ് ഇല്ലാതാക്കി. അല്ല, അതാണ് കുമാർ ഈ സമയത്ത് നമ്മൾ കൃത്യമായി പറയാനുള്ളത്. കാര്യം ഇപ്പോൾ ഇതുപോലെ ഒരു 100ഓളം പ്ലാനുകൾ ഇവരിടുന്നുണ്ട്. അതിൽ 99 എണ്ണവും പിടിക്കപ്പെടുന്നുണ്ട്, നിർവീര്യമാക്കപ്പെടുന്നുമുണ്ട്. ഒരെണ്ണമാണ് അബദ്ധത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരെണ്ണം സംഭവിക്കാം, ഓരോ ആക്രമണവും വീഴ്ച തന്നെ. അതെ, പക്ഷേ വീഴ്ച തന്നെയാണ്. പക്ഷെ അത് അത്രയും തുലവും കുറച്ചുകൊണ്ട് വരാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷേ ഈ വീഴ്ചയെ വിമർശിക്കുന്നത് ആരാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ രാജ്യത്ത് നിരവധി, ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നിരവധി ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. തീർച്ചയായും അതൊരു പഴയ കാലഘട്ടമായിരിക്കാം, പുതിയ കാലഘട്ടമായിരിക്കില്ല എന്ന് സംബന്ധിച്ചാൽ തന്നെ ഈ കഴിഞ്ഞ 10 വർഷം, അതായത് ഈ NDA സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുന്നേയുള്ള 10 വർഷം എടുത്തു നോക്കൂ, എത്ര ആക്രമണങ്ങളാണ്, ഇതുപോലത്തെ ആക്രമണങ്ങൾ നടന്നത്, എന്ത് ആക്ഷനാണ് അന്നത്തെ സർക്കാരുകൾക്ക് എടുക്കാൻ പറ്റിയത്. ഒരുപക്ഷേ ഭീകരാക്രമണത്തിന് ശേഷം ഇത്രയും വലിയൊരു ടെറർ അറ്റാക്ക് നടക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. അതെല്ലാം വിട്ടേക്ക് മുംബൈ ഭീകരാക്രമണം മാത്രം എടുത്തു നോക്കുക, എന്താണ് ഈ രാജ്യത്തിനും ഈ അന്നത്തെ സർക്കാരിനും ചെയ്യാൻ സാധിച്ചത്. കാരണം ഇവർക്ക് ആത്മവിശ്വാസമില്ല. പാകിസ്ഥാനെ അന്ന് തിരിച്ചടിക്കുന്ന, അല്ലെങ്കിൽ ഇന്നെല്ലാവരും പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്ന് പാകിസ്ഥാനെ ആക്രമിക്കുക ചിന്തിക്കാൻ പോലും കഴിയാത്ത സംഭവമാണ്. എന്തിനും ഏതിനും ഈ കോൺഗ്രസ് നേതാക്കൾക്ക് സോഷ്യലിസ്റ്റ് ചിന്താഗതി പിടിച്ച് അമേരിക്കയെ കുറ്റം പറഞ്ഞു നടന്നു. അതുകൊണ്ട് അമേരിക്ക അപ്പുറത്ത് പോയി അവർക്ക് ധനവും അതുപോലെ തന്നെ ആയുധങ്ങളും നൽകി. ഇന്ത്യ ഒന്നനങ്ങിയാൽ അമേരിക്ക തിരിച്ചടിക്കുമെന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് അതല്ല സാഹചര്യം. ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ്. ചൈനയും തുർക്കിയും മറുഭാഗത്ത് നിൽക്കുന്നു എങ്കിൽ പോലും ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ്. 2 തവണ നമ്മൾ ഇത്തരത്തിൽ തിരിച്ചടിച്ച് കരുത്ത് കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ
ഇൻ്റലിജൻസ് വീഴ്ച എന്ന് പറയുന്നവർ ഈ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഈ അന്ന് മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ രാജ്യത്തെ ടെലിവിഷനുകളിലെല്ലാം ആ ആക്രമണം ലൈവായി ടെലികാസ്റ്റ് ചെയ്യുകയായിരുന്നു. അത് വീഴ്ചയല്ല എന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ എന്ന് മാത്രമല്ല, ഈ ഭീകരാക്രമണം നടന്നു കഴിഞ്ഞതിന് ശേഷം ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന RSS എന്ന സംഘടനയുടെ മേൽ ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം കെട്ടിവെക്കാനായി മന്ത്രിമാരടക്കം രംഗത്ത് വന്നതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു വിമർശനത്തിൽ അതൊരു രാഷ്ട്രീയ വിമർശനമാണ്. പക്ഷേ തീർച്ചയായും അത് വീഴ്ച തന്നെയാണ്, ഇൻ്റലിജൻസ് വീഴ്ച തന്നെയാണ്, സംഭവിക്കാവുന്നത് തന്നെയാണ്. 100% അറ്റംപ്റ്റുകളും നമ്മൾ ഇൻ്റലിജൻസിലൂടെ ഒഴിവാക്കാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. ആക്രമണം നമ്മുടെ രാജ്യത്തിന് നേരെ വന്നുകൊണ്ടേയിരിക്കുന്നു, നമ്മളത് തടുത്തുകൊണ്ടേയിരിക്കുന്നു ഫലപ്രദമായി. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഭീകരർ ഇങ്ങനെ അവരുടെ പദ്ധതികൾ ഓരോന്നായി പലയിടത്തായിട്ട് അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ നിർവീര്യമാക്കി നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും നമ്മുടെ സൈന്യവും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഈ ചുരുക്കം ചിലപ്പോഴാണ് വീഴ്ച സംഭവിക്കാറുള്ളത്. എന്തായാലും ഈ പഹൽഗാമിൽ കഴിഞ്ഞ 6 ദിവസം മുമ്പ് സംഭവിച്ച 22-ാം തീയതി സംഭവിച്ച നിർഭാഗ്യമായ സംഭവത്തിന് ഇന്ത്യ എങ്ങനെ തിരിച്ചടി നൽകും എന്നുള്ള ഒരു ഉദ്വേഗ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുമാർ, അതെ, എന്തായാലും ആക്രമണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകരുത് എന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. നമസ്കാരം. നമസ്കാരം. Partner EduBix Online Executive Education, Focus Physiotherapy Center Pattam, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.